കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന കരുണാമയനായ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവങ്കലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. ആരൊക്കെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയോ, ദൈവത്തെ അന്വേഷിച്ചോ, ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെട്ടോ, അവരുടെ ആരുടെ മുഖം ലജ്ജിച്ച് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യഹോവയുടെ മഹത്വം ഇന്ന് പകലും മുൻപടയായി പിൻപടയായിരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. സങ്കടങ്ങൾ, അതിൻ്റെ ആഴങ്ങൾ ആർക്കും അറിയില്ല. പക്ഷേ അറിയുന്ന ഒരു ദൈവം, ഉയർത്തുന്ന ഒരു ദൈവം, സഹായിക്കുന്ന ഒരു ദൈവം, ശക്തീകരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള അറിവ് നമ്മളെ ശക്തമായി അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കും. ദൈവം അറിയുന്നു, നമ്മുടെ ആകത്തുക അറിയുന്ന ദൈവം. ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ഭാരപ്പെടേണ്ട. ദൈവം അറിഞ്ഞാൽ മതി. പ്രിയരെ, ചില പറയത്തില്ല ദൈവം എന്നെ അറിയുന്നു. ദൈവം അറിഞ്ഞാൽ എല്ലാ വിഷയത്തിനും പരിഹാരമെന്നല്ല, ശാശ്വത പരിഹാരമുണ്ടാകും. ഇന്ന് പകൽ പറ, കർത്താവ് അങ്ങ് അറിഞ്ഞാൽ മതിയെന്ന്. എനിക്കാരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ, ദൈവം മാത്രം പോരെ, ബാക്കി എല്ലാവരും ഉണ്ടായിട്ടും ദൈവമില്ലെങ്കിൽ നമ്മൾ വട്ടപ്പൂജ. മറിച്ച് ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെട്ട് വരും. ഈ പകൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവമേ, അങ്ങ് എനിക്ക് മതി. അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാ നിമിഷം സെക്കൻഡുകളും അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കുരുൾ വരട്ടെ, ചെങ്കടൽ വരട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, മരുഭൂമി വരട്ടെ, വെളിത്തയിലെ അണലി വരട്ടെ, ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. പത്രോസ്കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. സിംഹത്തിൻ്റെ കുഴി വന്നപ്പോഴും ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം കൂടെയുണ്ട്. തീച്ചുള വന്നപ്പോഴും എബ്രായ ബാലന്മാരെ, നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ബാക്കി രാജാവ് കൈവിട്ടു, ദൈവം കൈവിട്ടില്ല. സ്വർഗത്തിലെ രാജാവ് കൈവിടില്ല. ലോകത്തിലെ രാജാവോ അധികാരങ്ങളോ നിയമങ്ങളോ കുടുംബക്കാരോ ഒക്കെ നമുക്കെതിരാവട്ടെ, പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. എപ്പോഴാണ്? ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് പകലും എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രഖ്യാപിക്കണം എല്ലാ ദിവസവും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസം എൻ്റെ അകത്തുണ്ട്. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെ, ആ ദിവസം വരെ എന്നെ കാക്കാൻ കഴിവുള്ളവനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന അഗാധമായ ആഴമായ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശക്തമായി മുൻപോട്ട് പോകാൻ ഇടയായിത്തീരും. വളരെ സുപരിചിതമായൊരു വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 17:14. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുൻപാകെ മുട്ട കുത്തി. യേശുവും
ശിഷ്യന്മാരും മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. യേശുവിൻ്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെപ്പറ്റി യേശു അവരോട് പറയുന്നു. അതിനുശേഷം യേശുവും ശിഷ്യന്മാരും പുരുഷാരത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ചരിത്രം നമുക്കെല്ലാം അറിയാം. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നു. നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരു കർത്താവുണ്ട്. പേര് ചൊല്ലി വിളിക്കുന്നവനുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് വ്യക്തിപരമായി ചോദിക്കുന്നവരുണ്ട്. തനിക്കുള്ളവയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ യേശു വന്നപ്പോൾ ഒരു മനുഷ്യൻ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും, ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടും യേശു വരുമ്പോൾ. അങ്ങനെയാണ്. അതിനകത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്നാണ് എഴുതി. നോക്കൂ, അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ദൈവം മുമ്പാകെ സാഷ്ടാംഗം വീഴുകയാണ്, നമസ്കരിക്കുകയാണ് ഒരുവൻ. കാരണം അവൻ്റെ വിഷയം വളരെ ആഴമുള്ളതാണ്. ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ആഴമുള്ള വിഷയം അകത്തു വന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ മുട്ടുകുത്തവൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. സ്റ്റാറ്റസ് നോക്കിയില്ല, ആൾക്കാരെന്തു പറയുമെന്ന് ചിന്തിച്ചില്ല, എന്താണ് അവരിനി എന്നെപ്പറ്റി ചിന്തിക്കുമെന്നും ആ മനുഷ്യൻ്റെ അകത്ത് അങ്ങനെ ഒരു സംശയം പോലും പൊങ്ങിയില്ല. മുട്ടുകുത്തുന്നവൻ ആവശ്യക്കാരനാണ്. നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ രക്തസ്രവമുള്ള സ്ത്രീ, പരാജയപ്പെട്ട സ്ത്രീ, തകർക്കപ്പെട്ട സ്ത്രീ, സമ്പാദ്യം നഷ്ടപ്പെട്ടവൾ, ഡോക്ടേഴ്സ് രക്ഷയില്ലെന്ന് പറഞ്ഞവൾ, മനുഷ്യ ശബ്ദം കേട്ട് തളർന്നും തകർന്നും പോയവൾ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തിരക്കുകളുടെ നടുവിൽ, യേശുവിനെ ജനം തിക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ, അവൾക്ക് നിരത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതീക്ഷ അസ്തമിച്ചു, എല്ലും തൊലിയുമായ നിൻ്റെ ശരീരം മരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് ലോകം പറഞ്ഞതിൻ്റെ നടുവിൽ, പുറകിൽ നിന്ന് സാധ്യതകൾ അസ്തമിച്ചെങ്കിലും അനേകർ യേശുവിനെ തിരക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ തയ്യാറായി. അവൾ വേറൊന്നും ചിന്തിച്ചില്ല. ആളുകൾ ഇനി എന്തു പറഞ്ഞാലും, കല്ലെറിഞ്ഞ് കൊന്നാലും, മാറ്റി നിർത്തിയാലും അവൾക്ക് പ്രശ്നമില്ല. എത്ര ആയിരക്കണക്കിന് ജനമുണ്ടെങ്കിലും തൊടേണ്ടവനെ എനിക്കൊന്ന് തൊട്ടേ മതി. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ആവശ്യക്കാരാണോ മുട്ടുകുത്തും, ആവശ്യക്കാരാണോ തൊടും. തൊട്ടാൽ നീ വെറുതെ പോകത്തില്ല കേട്ടോ. ഈ പകൽ മുട്ടുകുത്തിയാൽ നീ അവിടെ മുട്ടുകുത്തി എന്നും നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മുട്ടുകുത്തിയ നിൻ്റെ സബ്ജക്റ്റിനെ തീർപ്പ് കൽപ്പിച്ച് വിടുതൽ നൽകി ലോകത്തിൻ്റെയും കുടുംബക്കാരുടെയും മുമ്പിൽ ആശ്ചര്യ ചിഹ്നമാക്കി മാറ്റി എഴുന്നേൽപ്പിച്ച് ജീവൻ വെപ്പിച്ച് വിടാൻ കഴിവുള്ള ഒരുവൻ്റെ മുമ്പിലാണ് നീ മുട്ടുകുത്തിയത്. അവിടുത്തെയാണ് നീ തൊട്ടത്. അങ്ങനെയെങ്കിൽ 12 വർഷമായ നിൻ്റെ ബാധയ്ക്ക്, 12 വർഷമായി നിന്നെ തകർത്ത, നിന്നെ സാമ്പത്തിക മേഖല ഇല്ലാതാക്കിയ, നിൻ്റെ ശരീരത്തിൻ്റെ ജീവനെതിരെ ഭീഷണിയായി തീർന്ന അന്ധകാര മണ്ഡലങ്ങൾക്ക് ഇന്നു പകൽ ഒരു വിടുതലുണ്ട്. വിശ്വസിക്കുക. ഇവിടെയും എനിക്കതാണ് പറയാനുള്ളത്. മുട്ടുകുത്തിയ മനുഷ്യൻ വെറുതെ എഴുന്നേക്കത്തില്ല. സ്തോത്രം. നോക്കൂ, യേശുവിനോട് മുട്ടുകുത്തിയിട്ട് താൻ പറഞ്ഞ പ്രസ്താവന, എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. എന്നിട്ട് ഈ സബ്ജക്റ്റ് മൊത്തം അങ്ങ് അവതരിപ്പിച്ചു. മുട്ടയിലോട്ട് നിന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയാണ് എൻ്റെ മകൻ്റെ അവസ്ഥ, എൻ്റെ വിഷയത്തിൻ്റെ അവസ്ഥ.
പറയാൻ തയ്യാറാകൂ. ഹല്ലേലൂയ. കാരണം ശിഷ്യന്മാർ എടുത്തു പോയി പരാജയപ്പെട്ട വിഷയമായിരിക്കാം. പലയിടത്ത് നിങ്ങൾ പോയി പരാജയപ്പെട്ട ഇനി നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളും യേശുവിൻ്റെ മുമ്പാകെ വന്ന് മുട്ടുകുത്താൻ തയ്യാറാകുമെങ്കിൽ തലമുറയുടെ ഭാവിയെ തകർക്കുന്ന, അവരുടെ വിരുദിനെ തെറ്റിക്കുന്ന, കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തകർത്ത് കളയുന്ന, ആത്മീയ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന, പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാതെ നിങ്ങളെ നിർജ്ജീവമാക്കുന്ന, നിങ്ങളുടെ വാക്തത്വത്തിനെതിരെ വില പറയുന്ന സകല ശക്തികളെയും മാറേണ്ടതിന് ദൈവം മുമ്പാകെ ഒന്ന് മുട്ടുകുത്തണം. അതിന് സ്റ്റാറ്റസ് നോക്കരുത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് നോക്കരുത്. ആവശ്യക്കാരാണോ മുട്ടുകുത്തണം, ആവശ്യക്കാരാണോ ദൈവം കാര്യം പറയണം. കർത്താവ്, ഇതാ സബ്ജക്റ്റ്, ദിവസങ്ങളായ പ്രശ്നമാണ്. പലപ്പോഴും തീക്കകത്തും വെള്ളത്തിലും പോയ സബ്ജക്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹോപ്പ് നഷ്ടപ്പെട്ട വിഷയം, പൊള്ളുന്ന വിഷയം, ചൂടുള്ള വിഷയം, ഒഴുക്കിക്കളയുന്നത് പോലെ പ്രതികൂലത്തിൻ്റെ വെള്ളങ്ങൾ ആഞ്ഞടിക്കുന്ന വിഷയം. ഇന്ന് പകൽ മുട്ടുകുത്തുന്നവൻ്റെ വിഷയത്തിന് അടുത്ത വർഷമല്ല, ഈ പകൽ വിടുതൽ നൽകി അയക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവിടുത്തെ മുമ്പാകെയാണ് പ്രിയരെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. തയ്യാറാകും. കർത്താവിൻ്റെ മുമ്പാകെ ഇന്ന് പകലൊന്ന് അടുത്ത്, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പാകെ മുട്ടുകുത്തുന്നു. ഓൺ ദ സ്പോട്ടിൽ യേശു ആ കുഞ്ഞിൻ്റെ അകത്ത് വ്യാപരിച്ച ദുഷ്ടശക്തികളെ പുറത്താക്കി. നമുക്കറിയാം, ഇന്ന് പകൽ നിൻ്റെ ഗമനത്തിന്, നിൻ്റെ ആരോഗ്യത്തിന്, നിൻ്റെ വാക്തത്വങ്ങൾക്കെതിരെ അകത്ത് കുടിയിരിക്കുന്ന ചില പോർവിളികളെ പുറത്താക്കിക്കൊണ്ട് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ, നിൻ്റെ തലമുറകളുടെ ഭാവിയെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ. നോക്കൂ, എത്ര വർഷമായി ഈ കുഞ്ഞിൻ്റെ അകത്ത് ഈ ശക്തി ഇരുന്ന് വാദിക്കുകയാണ്. വിട്ടുതരത്തിൽ നമ്മൾ തള്ളിയിടുകയാണ്. വാക്തത്വമുള്ളതിനെ തള്ളിയിടുന്ന, വാക്തത്വമുള്ളതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില വ്യാപാരങ്ങൾ മാറണമോ? മുട്ടുകുത്തേണ്ടവൻ്റെ മുൻഭാഗം മുട്ടുകുത്തിയിട്ട് ഒറ്റ വാക്ക് പറ, കർത്താവേ കരുണ കാണിച്ചേ മതിയാകുകയുള്ളൂ. അവിടെ യേശു വിടുവിച്ചതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ നോക്കുന്ന, നശിപ്പിക്കാൻ നോക്കുന്ന, ഒഴുക്കിക്കളയാൻ നോക്കുന്ന, നിങ്ങളുടെ ആത്മമണ്ഡലത്തിനെതിരെ വില പറയുന്ന, തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുമെന്ന് പറയുന്ന, സന്തോഷത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുന്ന മണ്ഡലത്തിൽ നിരാശയുടെ വാക്ക് പറയാതെ മുട്ടുകുത്താൻ തയ്യാറാകൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്ന പകൽക്കാലമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് ആവശ്യക്കാരൻ വന്ന് മുട്ടുകുത്തിയപ്പോൾ അവൻ്റെ വിഷയം പരിഹരിച്ച് അവൻ്റെ തലമുറയുടെ വിഷയത്തിന് വിടുതൽ നൽകി, ആ തലമുറയുടെ അകത്ത് വ്യാപരിച്ച ദുഷ്ടശക്തിയെ പുറത്താക്കി ആ കുഞ്ഞിനെ സ്വതന്ത്രനാക്കിയെങ്കിൽ വാഗ്ദത്തമുള്ള ചിലതിൻ്റെ മേൽ ആവസിച്ച് നിൽക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ഇന്ന് പകലിലും ഞങ്ങൾക്ക് ജയം നൽകിയിരിക്കാൻ, ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ആത്മബലത്തിനായി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ശക്തി വ്യാപരിക്കാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന മണ്ഡലങ്ങൾ ഈ പകൽ പൊട്ടിമാറേണ്ടതിന് അങ്ങയുടെ മുമ്പായി ഞങ്ങൾ മുട്ടുകുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ. പിതാവേ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പുരുഷാരത്തിൻ്റെ നടുവിലാണെങ്കിലും മുട്ടുകുത്തു. നിൻ്റെ തീരുമാനത്തെ ദൈവം കാണും. നിൻ്റെ സമർപ്പണത്തെ ദൈവം കാണും. നിൻ്റെ ഏത് വിഷയമാണെങ്കിലും, എത്ര വർഷം വീഴ്ത്താൻ നോക്കിയതാണെങ്കിലും, തള്ളിയിടാൻ നോക്കിയതാണെങ്കിലും, നശിപ്പിക്കാൻ നോക്കിയതാണെങ്കിലും, ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഈ പകൽ നിൻ്റെ മുമ്പിലുണ്ട്. അവിടുന്ന് മുട്ടുകുത്തിയ ചിലതിനെ എഴുന്നേൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.